ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ കൊച്ചടുക്കളയിലെ മറ്റൊരു ദിവസം. അപ്പോൾ ലഞ്ച് മേക്കിംഗ് ആണ് ഇന്നത്തെ ഉദ്ദേശം. നല്ല സിമ്പിളായിട്ടുള്ള നമ്മുടെ ഒരു നാടൻ ഊണുണ്ടാക്കാൻ പോവാണ്. ചോറ് ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. അതിൻ്റെ കറികൾ എന്ന് പറയുമ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് തന്നെ ചെയ്യാമല്ലേ. പച്ചമാങ്ങ കൊണ്ടൊരു രസമുണ്ടാക്കാം. അപ്പോൾ ഇപ്പോൾ മാങ്ങ ചക്കയുടെയൊക്കെ സീസണല്ലേ. അപ്പോൾ നല്ല എൻ്റെ കയ്യിലിരിക്കുന്ന മാങ്ങ എന്ന് പറഞ്ഞാൽ അധികം പുളിയില്ലാത്ത സൈസാണ്. അപ്പോൾ അതാകുമ്പോൾ ഈ എന്താ പറയുക നീണ്ടിരിക്കുന്നൊരു മാങ്ങയില്ലേ, അത്. അപ്പോൾ അതാണെങ്കിൽ വെള്ളരി മാങ്ങ പോലെയൊക്കെ ഇരിക്കും. അത് അധികം പുളിയില്ലാത്തതുകൊണ്ട് ഒരു മാങ്ങ ഇട്ടാലും കുഴപ്പമില്ല, ഒരു മുക്കാലാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഏകദേശം നോക്കിയിട്ട് എടുക്കാൻ പോണു. അതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. കുറച്ച് കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് നമുക്കൊരു രസമുണ്ടാക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി പ്ലാനുണ്ട്. കോവയ്ക്ക കൊണ്ടൊരു മസാല ഉണ്ടാക്കാൻ പോകണം, കോവയ്ക്ക മസാല. ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ, അത് ചില സ്പൈസി ആയിട്ട് ചെയ്യാം. ഒഴിക്കാനൊരു കാര്യമായി കഴിഞ്ഞു. പിന്നെ ഇനി എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരു ചമ്മന്തി, അതായത് നെല്ലിക്കയൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ കിട്ടും. അപ്പോൾ നെല്ലിക്ക കൊണ്ടൊരു ചമ്മന്തി, തേങ്ങാ ചമ്മന്തി. അത് ഇപ്പോഴത്തെ പ്ലാനിൽ ഇത്രയും കാര്യങ്ങളുണ്ട്. തുടങ്ങാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് പച്ചമാങ്ങ രസത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒരു സവാളയുടെ പകുതി കഷ്ണങ്ങളാക്കി എടുത്തത്, ഒരു വലിയ സവാളയായിരുന്നു. അതിനോടൊപ്പം ഒരു 5-6 അല്ലി വെളുത്തുള്ളി, പിന്നെ 1 ടേബിൾ സ്പൂൺ നിറച്ച കുരുമുളക്, പിന്നെ ഒരു 3 പച്ചമുളക്. ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് അരയ്ക്കേണ്ടത്. പക്ഷേ ഒരു കാര്യം കൂടി ചേർക്കണം, പച്ചമാങ്ങ. അപ്പോൾ ഒരു വലിയ പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് അധികം പുളിയില്ലാത്തതാണ്. അതിൻ്റെ തോടൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കഷ്ണങ്ങളായിട്ട് മുറിക്കാം. അപ്പോൾ മാങ്ങയുടെ കഷ്ണങ്ങളും കൂടി ബാക്കി കാര്യങ്ങളുടെ കൂടെ ചേർത്ത് വയ്ക്കാം. ഇത് അധികം പുളിയില്ലാത്ത മാങ്ങ കേട്ടോ, അതുകൊണ്ട് ഒരു 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. പച്ചമാങ്ങ രസം, അതിൻ്റെ കാര്യങ്ങൾ: മാങ്ങ, പച്ചമുളക്, കുരുമുളക്, വെളുത്തുള്ളി, സവാള ഒരു ഹാഫ്. ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം സെമിയായിട്ട്. ഓക്കെ, തരിതരിപ്പായിട്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് മിക്സിയുടെ ബൗളിലേക്ക് മാറ്റുന്നു. ഇതിൽ നമ്മൾ പുളിക്ക് പകരമാണ് മാങ്ങ ചേർക്കുന്നത്, പുളി ഉപയോഗിക്കുന്നില്ല. ഇനി ഇത് ഒന്ന് അരച്ചെടുക്കാം. തരിതരിപ്പായിട്ടാണ് അരച്ചെടുക്കേണ്ടത്. കുറച്ച് വെള്ളം കൂടി ചേർത്ത് അരയ്ക്കാം. 1 കപ്പോളം വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ പാകത്തിന് അരഞ്ഞു കഴിഞ്ഞു. ഇനി മിക്സിയുടെ ബൗളിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ആ ബാക്കി ഇരിക്കുന്നതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഒഴിക്കാം. വീണ്ടും കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നു. അങ്ങനെ ടോട്ടലി 4 കപ്പ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞു. ഇനി 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചാലും കൂടുതലാകില്ല കേട്ടോ, ആവശ്യത്തിന്. അപ്പോൾ ചാറ് കുറച്ചുകൂടി ഒന്ന് ലൂസായി കിട്ടും. നിങ്ങളുടെ ഇഷ്ടത്തിന് 4 മുതൽ 5 കപ്പ് വെള്ളം വരെ ഒഴിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുന്നു. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കും. അങ്ങനെ പച്ചമാങ്ങ രസത്തിന് വേണ്ട കൂട്ട് റെഡിയായി കഴിഞ്ഞു. അടുപ്പൊന്ന് കത്തിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളയൊക്കെ വന്നു തുടങ്ങി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് തിളയ്ക്കട്ടെ. ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർക്കുന്നു. വീണ്ടും ഇനി ഒരു 5 മിനിറ്റ് ഒരു ചെറിയ തീയിൽ കടന്നിട്ട് ഇത് തിളച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇത് നോക്കിയാൽ നമ്മുടെ പച്ചമാങ്ങ രസം റെഡിയായി കഴിഞ്ഞു. പാകത്തിന് റെഡിയാണ്. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാം. താളിക്കാനായിട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് പൊട്ടി തുടങ്ങി. ഇനി ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, 4-5 ചെറിയ ഉള്ളി സ്ലൈസസ് ആയിട്ട് മുറിച്ചത്, ചെറുതായിട്ട് അരിഞ്ഞത് വട്ടത്തിന്, അതും കൂടി ചേർത്തിട്ട് ഇനി ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കാം. കറിവേപ്പില, പിന്നെന്താ 4-5 വറ്റൽമുളക് മുറിച്ചത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി മൂപ്പിച്ച് നേരെ രസത്തിലേക്ക് ഒഴിക്കുന്നു. ആ മൂത്ത് വരുമ്പോൾ ഉള്ളൊരു മണമുണ്ടല്ലോ, അത് രസത്തിൽ വീഴുമ്പോൾ എന്താ പറയേണ്ടത്, അടിപൊളി. ആഹാ, നല്ലൊരു മണം. ഇനി തീ ഓഫാക്കി കൊടുക്കാം. ചട്ടിയിലായതുകൊണ്ട് തീ ഓഫാക്കിയാലും ഇതിങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കും കുറച്ച് നേരം കേട്ടോ. എന്ന് വെച്ചാൽ ആ ചട്ടിയിലെ ഒരു ചൂട് അതിലിങ്ങനെ ഉണ്ടാകും. ഇനി അടുത്തത് കോവയ്ക്ക മസാലയ്ക്ക് വേണ്ട കാര്യങ്ങൾ. ഒരു 1/2 കിലോ കോവയ്ക്ക കുറച്ച് നീളത്തിലുള്ള സ്ലൈസസ് ആയിട്ടാണ് ഞാൻ മുറിച്ചെടുക്കുന്നത്. ഇനി അരിഞ്ഞു വെച്ച കോവയ്ക്ക കുക്കറിലേക്ക് മാറ്റുന്നു. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/2 കപ്പ് വെള്ളവും ഒഴിക്കുന്നു. ഇനി കുറച്ച് ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
കുക്കർ അടയ്ക്കുന്നു. ഇനി അടുപ്പ് കത്തിക്കാം. 2 വിസിൽ അത്രയും മതിയാകും. 2 വിസിൽ കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യുന്നു. 2 വിസിൽ കഴിഞ്ഞ് തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാനായിട്ട് സമയം കൊടുത്തു. ഇനി കുക്കറിൻ്റെ ആ വെയിറ്റൊക്കെ മാറ്റി തുറന്ന് നോക്കും. നോക്കിയേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ച് വെള്ളം, അതായത് അതിൻ്റെ സ്റ്റോക്കും ബാക്കിയുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ ചൂടായി തുടങ്ങി. 1 ടീസ്പൂൺ കടുക് പൊട്ടിക്കാം. 1/2 ടീസ്പൂൺ ഉലുവ മൂത്ത് തുടങ്ങുമ്പോൾ തന്നെ ആഹാ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില, ഒരു 3-4 വറ്റൽമുളക് മുറിച്ചതും കൂടി ചേർക്കുന്നു. നന്നായിട്ടൊന്ന് വഴറ്റി മൂപ്പിക്കാം. 2 പച്ചമുളക് 2ആയിട്ട് മുറിച്ചതും ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി, പിന്നെ 1 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ ഇഞ്ചി. ഇനി എല്ലാം കൂടി ഒന്ന് വഴറ്റി മൂപ്പിക്കാം. ഒരു 2 സവാള ഹാഫ് സ്ലൈസസ് ആയിട്ട് മുറിച്ചതും ചേർക്കുന്നു. വഴറ്റി കൊടുക്കാം. ഇനി സവാളയുടെ നിറമൊക്കെ ഒന്ന് മാറി തുടങ്ങണം. സവാളയുടെ നിറമൊക്കെ മാറി തുടങ്ങി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നു. കാര്യം നമ്മൾ കോവയ്ക്ക വേവിച്ചപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിരുന്നു. അപ്പോൾ 2 കൂടി ചേർത്ത് 1/2 ടീസ്പൂൺ മതിയാകും. 2 ടീസ്പൂൺ നിറച്ചെടുക്കുക. പിരിയൻ മുളകിൻ്റെ പൊടി കുമിച്ചെടുത്താലും കുഴപ്പമില്ല. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കുമിച്ചെടുക്കുക, നിറച്ചെടുക്കുക. ഇനി രണ്ടും ഒന്ന് വഴറ്റി മൂപ്പിക്കുക. 1 മിനിറ്റ് പോലും വേണ്ട കേട്ടോ, ഈ മല്ലിയും മുളകും ഒക്കെ ഒന്ന് വറുത്ത് കിട്ടാനായിട്ട്. കാര്യം നല്ല ചൂടായി കിടക്കുകയല്ലേ ചട്ടി. ഇനി ഇതിലേക്ക് അതായത് നോക്കിയേ വേവിച്ച കോവയ്ക്ക അതിൻ്റെ ചാറോടുകൂടി ഒഴിക്കുന്നു. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇച്ചിരി കൂടെ ഉപ്പ് ചേർക്കാം. ഇനി നന്നായിട്ട് ചെറിയ തീയിൽ കിടക്കട്ടെ ഒരു 5 മിനിറ്റ്. ചെറുതായിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് വഴറ്റി കൊടുത്താൽ മതി. എന്നാൽ ഏകദേശം ചാറൊക്കെ ഒന്ന് വറ്റി കുഴഞ്ഞൊരു പാകമായി വരുമ്പോഴാണ് നമ്മൾ തീ ഓഫ് ചെയ്യുന്നത്. മാത്രമല്ല ഇത് ചട്ടിയിലായതുകൊണ്ട് ഇച്ചിരി ചാറ് ഇരുന്നാലും കുഴപ്പമില്ല, ഇരുന്ന് ഒന്നുകൂടി ഒന്ന് വറ്റുകയും ചെയ്യും. ഇനി അവസാനമായിട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് യോജിക്കട്ടെ. കറക്റ്റ് പാകമായി കഴിഞ്ഞു. ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞതും ചേർക്കുന്നു. ഇനി നല്ലൊരു മിക്സിങ്. സംഭവം റെഡി. അങ്ങനെ കോവയ്ക്ക മസാല ഈസ് ഓൾസോ റെഡി. നമ്മുടെ കോവയ്ക്ക മസാല ഈസ് ഓൾസോ റെഡി. ഏതാണ്ട് ഇറച്ചിയൊക്കെ വെക്കുന്ന പോലെയാണ് ഞാൻ ആ മസാല തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നോൺ വെജ് ഇഷ്ടപ്പെടുന്നവർക്ക്, നോൺ വെജ് ഇല്ലാത്ത ദിവസമാണെങ്കിൽ ഇങ്ങനെ കഴിച്ചാൽ മതി, അടിപൊളിയായിട്ടിരിക്കും. ഇതിൽ ഞാൻ പുളിയുടെ കാര്യങ്ങളൊന്നും ടൊമാറ്റോ ചേർത്തില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് 2 ടൊമാറ്റോയും കൂടി അരച്ച് ചേർക്കാം, അല്ലെങ്കിൽ അരിഞ്ഞിട്ട് വഴറ്റി ചേർക്കാം, അല്ലെങ്കിൽ ഇച്ചിരി പുളി വേണമെങ്കിൽ ഒഴിക്കാം. പക്ഷേ ഇന്ന് നമ്മുടെ കറികളിൽ പച്ചമാങ്ങയുടെ രസമൊക്കെ അല്ലേ, പിന്നെ നെല്ലിക്ക ചമ്മന്തിയൊക്കെ, അത് കാരണം ഞാൻ ഇത് പുളി വേണ്ടാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. ടൊമാറ്റോ ആയിരിക്കും ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ കുറച്ച് പുളി. ഓക്കെ, ഇത് റെഡി. ഈ ചട്ടിയിൽ ഇരുന്നൊന്നുകൂടി ഒന്ന് പറ്റും, അത് കാരണം ഞാൻ ഓഫ് ചെയ്തു. പിന്നെ നമ്മുടെ രസം റെഡി ആയിരിക്കുന്നു. പച്ചമാങ്ങ രസം, അയ്യോ രക്ഷയില്ല. ഇനി ഒരു ചമ്മന്തി അരയ്ക്കാനുണ്ട്, പിന്നെ ഒരു മെഴുക്ക് വരട്ടി, അതും കൂടെ കഴിഞ്ഞാൽ ലഞ്ച് ഈസ് റെഡി. ഇനി അടുത്തത് വഴുതനങ്ങ മെഴുക്ക് വരട്ടി. ഒരു 2 മീഡിയം സൈസ് വഴുതനങ്ങ ഇങ്ങനെ നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് ഞാൻ മുറിക്കുന്നത്. ആദ്യം സ്ലൈസസ് ആയിട്ട് മുറിച്ചിട്ട് നീളത്തിലുള്ള പീസായിട്ട് കട്ട് ചെയ്യാം. അത് വെള്ളത്തിലേക്ക് തന്നെ കട്ട് ചെയ്ത് തരണം, അല്ലെങ്കിൽ പെട്ടെന്ന് കളറ് മാറും. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ ആകാം, ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തോളൂ. 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഇനി കറിവേപ്പില, ആവശ്യാനുസരണം ഒരു 3 വറ്റൽമുളക് മുറിച്ചതും, 1 സവാള ഹാഫ് സ്ലൈസസ് ആയിട്ട് മുറിച്ചതും കൂടി. സവാള വാടി തുടങ്ങി. ഇനി ഇതിലേക്ക് ആ വഴുതനങ്ങയുടെ പീസസ് വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റി ചേർക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു വഴറ്റൽ, എല്ലാം കൂടി ഒന്ന് യോജിച്ച് കിട്ടാനായിട്ട്. കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നു. വീണ്ടും ഒന്ന് വഴറ്റി യോജിപ്പിക്കാം. ഇനി ചെറിയ തീയിലേക്ക് മാറ്റാം. ഒരു 10 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കാര്യം വഴുതനങ്ങയൊക്കെ പെട്ടെന്ന് വേകുന്ന കാര്യങ്ങളാണ്. ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടി ചേർക്കണം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, എരിവിനനുസരിച്ച് ചേർത്തോളൂ കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എല്ലാം കൂടെ മിക്സായി നോക്കിയ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന ഭാഗം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്.
നമ്മുടെ നാടൻ ചട്ടിയിലൊക്കെ ഉണ്ടാക്കിയുള്ള ഗുണം എന്താ വെച്ചാൽ അടുപ്പ് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ആ ചട്ടിയിൽ ഇങ്ങനെ ചൂടുണ്ടാകും. അത് ഇങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കുന്നു എണ്ണ ഇങ്ങനെ. മെഴുക്ക് വരട്ടി ആ ഒരു ചൂടിൽ കടന്ന് പിന്നെയും മുരിഞ്ഞ് വരികയാണ് അങ്ങനെ. അപ്പോൾ അത് കണക്കാക്കിയിട്ട് നമ്മൾ തീ ഓഫ് ചെയ്താൽ മതി. എല്ലാ കാര്യങ്ങളും ഞാൻ ഇനി കഴിക്കുന്ന മുറിയിലേക്ക് മാറ്റുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ ഉപ്പേരി അഥവാ മെഴുക്ക് വരട്ടിയും റെഡി. ഇനി അടുത്തത് നെല്ലിക്ക ചമ്മന്തിയും കൂടി ഉണ്ടാക്കാം. ഒരു 3 വലിയ നെല്ലിക്ക കഷ്ണങ്ങളായിട്ട് മുറിച്ച് അതിൻ്റെ ആ കുരുവൊക്കെ മാറ്റിയത്. അതിനോടൊപ്പം ഒരു 5 കൊച്ചുള്ളി, ചെറിയ ഉള്ളി ഒരു 4-5 ആകാം, 1 കപ്പ് നിറച്ച് തേങ്ങ ചിരകിയത്, 2-3 പച്ചമുളക് എരിവിനനുസരിച്ച്. ഇത് അത്യാവശ്യം എരിവുള്ള മുളകാണ്, 2 തന്നെ ധാരാളമാണ്. ഇനി കുറച്ച് കറിവേപ്പില, ഉപ്പ്. ഇതാണ് വേണ്ട ചേരുവകളൊക്കെ. ഇനി ഇത് മിക്സിയുടെ ബൗളിലേക്ക് മാറ്റാം. കറിവേപ്പില ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ മിക്സിയുടെ ബൗളിലേക്ക് മാറ്റി കഴിഞ്ഞു. ഇനി തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കും. അപ്പോൾ ആദ്യത്തെ ബീറ്റിംഗ് കഴിയുമ്പോൾ തന്നെ ഇത് നോക്കിയേ, ഏകദേശം പകുതിയോളം റെഡി ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് വീണ്ടും ഒരു ബീറ്റിങ്ങും കൂടി ഒരു പ്രാവശ്യം കൂടി അടിച്ചു കൊടുക്കാം. വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതേ നോക്കിയേ, പാകത്തിന് അരഞ്ഞു വന്നിട്ടുണ്ട് തരിതരിപ്പായിട്ട്. ഇനി നമുക്ക് കൈ കൊണ്ടിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നൊരു പാകം, അതാണ് ആവശ്യം. അപ്പോൾ പ്ലേറ്റിലേക്ക് ഇനി മാറ്റാം ചമ്മന്തി. അങ്ങനെ ചമ്മന്തിയും റെഡി. നെല്ലിക്ക ചമ്മന്തി റെഡി. സൂപ്പർ ടേസ്റ്റ് വെച്ചാൽ പിന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പാകത്തിന് അങ്ങനെ അരച്ചെടുത്തു. ചെറിയ ഒരുപാട് ഫൈൻ പേസ്റ്റ് അല്ല, പക്ഷേ അത്യാവശ്യം അരഞ്ഞിട്ടുണ്ട്. ഈ രീതിയിലാണ് ഉരുട്ടാൻ പറ്റുന്ന ഒരു പാകം, അതായിരിക്കും നല്ലത്. ഇതിൻ്റെ സ്വാദ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ആ നെല്ലിക്കയും എരിവും ഉപ്പും എല്ലാം കൂടി. ഇതിന് വേറെ പുളിയൊന്നും ആവശ്യമില്ലല്ലോ, നെല്ലിക്കയുള്ള പുളിയുണ്ട്, അത് തന്നെ ധാരാളം ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ചമ്മന്തിയെക്കുറിച്ച് പറഞ്ഞിട്ടും മതിയാവുന്നില്ല. നെല്ലിക്ക ചമ്മന്തി. അങ്ങനെ വിഭവസമൃദ്ധമായ വളരെ സിമ്പിൾ ലഞ്ചാണ്, പക്ഷേ കുറച്ച് കൂടുതൽ ഐറ്റം ഉള്ള പോലെ തോന്നുന്നത്. പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളായിരുന്നു. ഞാൻ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ചെയ്ത് തീർത്തു. അപ്പോൾ കഴിക്കാനായിട്ട് പോവാം. പക്ഷേ ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് കഴിക്കുന്നത്, ഞാൻ ചോറ് വളരെ കുറച്ചും കറികൾ കൂടുതലാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ വിളമ്പുന്ന സമയത്ത് ആ ഒരു പ്രൊപ്പോർഷനിൽ ഇതിന് മുന്നേ ചെയ്ത പോലെ ആയിരിക്കില്ല. ചിലപ്പോൾ ചോറിൻ്റെ ഭാഗം വളരെ കുറവായിരിക്കും, ക്ഷമിക്കുക. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കഴിക്കാം. ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് വിളമ്പുന്നു. ഇനിയിപ്പോൾ ചോറിൻ്റെ അളവ് നോക്കിയാൽ വളരെ കുറച്ചായിരിക്കും, ഇത്രയേ ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ചട്ടിയിലിരുന്നിട്ട് കുറച്ചുകൂടി ഒന്ന് ഡ്രൈ അല്ലെങ്കിൽ ഇങ്ങനെ കുഴമ്പ് ഭാഗം. സത്യം പറഞ്ഞാൽ ഇത് മാത്രം മതി ചോറുണ്ണാൻ. ഇനി നമ്മുടെ വഴുതനങ്ങ ഉപ്പേരി മെഴുക്ക് വരട്ടി. വിളമ്പി കാണിക്കുന്നുണ്ട് ഇച്ചിരി കൂടുതൽ കറിയൊക്കെ വയ്ക്കണം. പക്ഷേ ഇതൊക്കെ ഓയിലൊക്കെ കൂടുതലുള്ളതായതുകൊണ്ട് അങ്ങനെ ഒരുപാട് കഴിക്കാൻ പറ്റില്ല. പക്ഷെ ടേസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുള്ളൂ, പക്ഷെ അതങ്ങനെ തന്നെ അതിലിങ്ങനെ പുരണ്ട. ഇനി നമ്മുടെ ചമ്മന്തി, നെല്ലിക്ക, ഇപ്പം മനസ്സിലായല്ലോ, ചോറിനെ കാട്ടി കൂടുതൽ കറിയാണ് കഴിക്കുന്നത്. പിന്നെ ഒഴിച്ച് കഴിക്കാനുള്ളത് ഇതെല്ലാം ഒരു ടേസ്റ്റിംഗ് ആണ് കേട്ടോ. നമ്മുടെ പച്ചമാങ്ങ രസം. യെസ്, പൂർത്തീകരിച്ചിരിക്കുന്നു കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ പപ്പടം, അപ്പളം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കാം. ചമ്മന്തിയുടെ ടേസ്റ്റ് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഈ പച്ചമാങ്ങ രസം എന്ന് പറയുമ്പോൾ ഇത് നല്ല വെള്ള ചോറിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കഴിക്കുകയാണെങ്കിൽ എന്താ ടേസ്റ്റ് അറിയാം. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇന്ന് വൈറ്റ് റൈസ് അല്ല, സോറി. നിങ്ങൾ ചെയ്യുമ്പോൾ അത് മാത്രം മതി, അതും പപ്പടവും. പിന്നെ കോവയ്ക്കുണ്ട്, നല്ല സ്പൈസി. തുടങ്ങാം. പച്ചമാങ്ങ രസത്തിൻ്റെ ടേസ്റ്റ് പറഞ്ഞുതരാം. നല്ല സ്പൈസി ആയിട്ടാണ് ചെയ്തത്. ഈ പച്ചമുളക് നല്ല എരിവായിരുന്നു കേട്ടോ.
നിങ്ങൾ ചെയ്യുമ്പോൾ നോക്കിയിട്ട് ചെയ്യുക. 1-2 പച്ചമുളക്, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഒരു കുരുമുളക് മുഴുവൻ ചേർത്തു, ആവശ്യാനുസരണം. ഏതാണ്ട് ഒരു 5 കപ്പ് വെള്ളം ഒഴിച്ചിരുന്നു. നോക്കിയിട്ട് അത് അത്യാവശ്യം നല്ല എരിവുണ്ട്, പച്ചമുളകിന് എരിവുണ്ടായിരുന്നു. പിന്നെ കോവയ്ക്ക, കോവയ്ക്ക മസാല കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കുക്കറിലൊരു 2 വിസിൽ അത്ര തന്നെ. ഇറച്ചി തോറ്റു പോവും ചിക്കൻ മസാല കഴിക്കുന്നവർ. ഇനി എന്താണ് നമ്മുടെ വഴുതനങ്ങ എൻ്റെ ഒരു ഫേവററ്റ് വെജിറ്റബിൾ അല്ല, ബട്ട് സ്റ്റിൽ അതിങ്ങനെ അത് മാത്രം ഇങ്ങനെ ചോറിൽ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ആ വെളിച്ചെണ്ണയുടെ ടേസ്റ്റും എല്ലാം കൂടി. കുരുമുളകും വേറെ ലെവൽ. ഇനി നമ്മുടെ ചമ്മന്തിയും കൂട്ടി ചോറ് കഴിക്കും. പറയാൻ വാക്കുകളില്ല. ടേസ്റ്റി ഒന്നാന്തര ഊണ്. എന്തിനല്ലേ ഇറച്ചിയും മീനും ഒക്കെ, ഇത്രയും നല്ല വെജിറ്റേറിയൻ ഫുഡ് നമുക്കുള്ളപ്പോൾ. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കാം. ഓക്കെ, കോമ്പിനേഷൻസ് പല ദിവസവും പലതായിട്ട് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടമുള്ള കോമ്പിനേഷൻസ് ചെയ്യുക. ഇതെല്ലാം സിമ്പിൾ കറികളാണ്, ഹെൽത്തി ആയിട്ടുള്ള കറികളാണ്. ഇതിൽ ഇച്ചിരി വെളിച്ചെണ്ണ കൂടുതലുണ്ടെന്നുള്ളൂ, ബാക്കിയെല്ലാം കറക്റ്റ് കുറച്ചേ ഉള്ളൂ. പക്ഷെ മെഴുക്ക് വരട്ടി എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയിലൊക്കെ നല്ലതായിട്ട് ഇങ്ങനെ ചാലി ചെയ്യുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അത് നിങ്ങളുടെ ആരോഗ്യം അനുസരിച്ചിട്ട് വല്ലപ്പോഴൊക്കെ കഴിക്കാം. ഓക്കെ, പക്ഷേ അത് മാത്രം ചോറിലിങ്ങനെ മിക്സ് ചെയ്ത് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. ഇതിൽ ഓരോ കറിയും ഒരു കറി മാത്രം മതി സത്യത്തിൽ. ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് തരാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് ഫിനിഷ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ കമൻറ്റ് ബോക്സിലേക്ക് വരിക. അപ്പോൾ ഇനി വേറെ വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ എന്തായാലും സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും. ഓക്കെ, ഞാനിവിടെ ഹാപ്പി ആയിട്ടിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.